തിരക്കിനിടയിൽ അല്പനേരം എന്ന് പറയുന്ന സിനിമ നിലവിലുള്ള സാമൂഹ്യ പശ്ചാത്തലം, നിലവിലുള്ള സാമൂഹ്യ പരമായ വിഷയങ്ങളിലൂടെ തികച്ചും ഫാമിലി ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് നമ്മുടെ കുട്ടികളോടൊപ്പം അവരുടെ സമയം കുറച്ച് സമയങ്ങളിൽ ചെലവഴിക്കണം. ആ ചെലവഴിക്കുന്നതിൻ്റെ ഗുണവും അതിൻ്റെതായ പിള്ളേർക്കുണ്ടാകുന്ന അച്ചീവ്മെൻറ്റും അവർക്കുണ്ടാകുന്ന ഏറ്റവും നല്ല മൈൻഡ് ഹെൽത്തും ഒക്കെയാണ് ഈ സിനിമ പ്രദാനം ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് ഏകദേശം ഒരു 37-38 അതിശക്തമായ മെസ്സേജസ് അടങ്ങിയ ഒരു സിനിമയാണിത്. ഒരു എന്റർടൈനർ എന്നതിൽ ഉപരിയായിട്ട് തികച്ചും ഇത് കണ്ടില്ലെങ്കിൽ ഒരു തീരാ നഷ്ടം എന്ന് വേണമെങ്കിൽ ഇതിന്റെ പ്രിവ്യൂ കണ്ട ആൾക്കാർ പറഞ്ഞതുമാതിരി ഞാൻ പറഞ്ഞത് ഒരു അഹങ്കാരമായിട്ട് പോകും. തിരക്കിനിടയിൽ അല്പനേരം എന്ന സിനിമയിൽ ഞാൻ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ഇതിൽ അഭിനയിക്കുന്ന 4 കുട്ടികളാണ്. ആ കുട്ടികളിൽ ഒരു കുട്ടിയുടെ അച്ഛനായിട്ടാണ് ഞാൻ വേഷമിടുന്നത്. ഈ പടത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേഷം ചെയ്യുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് ഡയറക്ടർ സാറ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പുള്ളിയുടെ ഡയറക്ടറുടെ പ്രോത്സാഹനമാണ് പിന്നീട് എനിക്ക് ഈ സിനിമയിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പിന്നെ കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡബ്ബിങ്ങിലായാലും സാർ എൻ്റെ കൂടെ നിന്ന് ശരിക്കും 4-5 സീനേ ഉള്ളൂ. രാവിലെ 10:30 വന്നിട്ട് രാത്രി 8:15 വരെ ഡബ് ചെയ്ത് ആദ്യമായിട്ട് ഉണ്ടാകുന്ന ചരിത്ര സംഭവമാണ് ആ സീൻ. കാരണം അതുപോലെ വർക്ക് ചെയ്തിട്ട് എനിക്കെന്ത് പറയണം, എങ്ങനെയാണ് പറയേണ്ടത് എന്ന് ഡയറക്ടർ സാറ് അത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നതിൻ്റെ പേരിൽ അത്രയും ടൈം അത് പോയി. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സിനിമ എല്ലാവരും പോയി കാണണം. സിനിമയുടെ ഫസ്റ്റ് ദിവസം തന്നെ എല്ലാവരും പോയി കാണാൻ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഓരോ എന്ന് വെച്ചാൽ ഓരോ നമ്മുടെ ഡയലോഗ്സും ഓരോ ഇതും എല്ലാം ഒരു പേരൻസിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതെല്ലാം മാറ്റി ഒന്നും കൂടി നമ്മുടെ മക്കളോട് ഒന്ന് ഇതാക്കാൻ ശ്രമിക്കണം എല്ലാവരും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ തിരക്കിനിടയിൽ അല്പനേരം എന്ന മൂവിയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ പ്രൗഡാണ്, ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. എല്ലാവരും ഈ മൂവി വലിയൊരു മെസ്സേജാണ് പാരൻസിനായാലും ടീച്ചേഴ്സിനായാലും സ്റ്റുഡൻസിനും എല്ലാവർക്കും ഒരേപോലെ വലിയൊരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഡയറക്ടറിൻ്റെ ഇമാജിനേഷനേക്കാൾ ഉപരി ഇപ്പോൾ എന്താണ് പ്രസൻറ്റിൽ സംഭവിക്കുന്നതെന്നും കൂടിയുള്ളതാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ റിലീസിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. നമസ്കാരം. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത്. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എല്ലാ പാരൻസിൻ്റെ തിരക്കിനിടയിൽ ഒരു അല്പനേരം കുട്ടികളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം എന്നാണ് ഈ സിനിമ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നത്. ഈ സിനിമയുടെ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഷോ തന്നെ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം. സിനിമ വിജയിപ്പിക്കണം. നന്ദി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നവല്ലാലെന്നാണ്. ഞാൻ ഇപ്പോൾ അതിൽ ഇർഫാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യണത്. നല്ലൊരു മെസ്സേജ് തന്നെ സിനിമയാണിത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇതിൽ കണ്ടന്റ് ജനങ്ങളോട് പറയാനായിട്ടുള്ള ഒരു സംഭവം ടൈറ്റിൽ ഭയങ്കര ആകർഷിക്കുന്നുണ്ട്. തിരക്കിനിടയിൽ അല്പനേരം ഞങ്ങളെ ഫിലിം ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ശരിക്കും ടൈറ്റിലോട് ഉദ്ദേശിക്കുന്നത്? അത് എന്താ പറയുക, സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വിസിറ്റ് ചെയ്ത ഇതിന് കണ്ടന്റിനനുസരിച്ച് ഞങ്ങൾ കുറെ വീടുകളും മറ്റുള്ള സാഹചര്യങ്ങളിലെല്ലാം വിസിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. കൗൺസിലിംഗ് വരുന്ന പിള്ളേരുടെ വീടുകളിലൊക്കെ കൗൺസിലിങ്ങിനൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ചില സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവരുടെ വീടുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഇതുണ്ടായി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പേരൻസിന്റെ ഒരു കെയറിങ് ഇല്ലായ്മ മിക്ക കുട്ടികളെയും ബാധിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ പേരൻസിന്റെ കെയറിങ് ഇല്ലാത്തതിന്റെ മെയിൻ കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ തന്നെയാണ്. അത് ക്ലാസ്സിൽ ടോപ്പായിട്ടുള്ള ഒരു കുട്ടിയുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതാണ് സത്യം ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം അവൻ നന്നായി പഠിച്ചാൽ എല്ലാം ഓക്കെയാണ്, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട, നിനക്ക് ഓക്കെയാണ്. വേറെ അവന്റെ മറ്റുള്ള വിഷയങ്ങളിലേക്കൊന്നും പേരൻസ് കിടക്കുന്നില്ല. എസ്പെഷ്യലി ചിലപ്പോൾ നമുക്ക് ടീച്ചേഴ്സും
കൂടുതലും അക്കാഡമിക് ആയിട്ടുണ്ടല്ലോ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് പറയാൻ പാടില്ല എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആ ഒരു വിഷയം ബൂസ്റ്റപ്പ് ചെയ്തപ്പോ അത് പോരാ എന്ന് തോന്നി. അപ്പോ തിരക്കാണ് എല്ലാവർക്കും, നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും തിരക്കാണ്. അപ്പൊ അതിന്റെ രാജ്യത്ത് നിന്ന് പെട്ടെന്ന് വന്ന ഒരു വെളിപാട് പോലെ വന്ന ഒരു പേരാണ് തിരക്കിനിടയിൽ അല്പനേരം. അതായത് വെക്കേഷൻ സമയത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മെസ്സേജ് ഉണ്ട് ഇതിൽ. പഠിപ്പ് മാത്രം പോരാ, അതായത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുട്ടികൾക്ക് എന്റേതായിട്ടുള്ള പ്രതിബന്ധങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് സിനിമ പറയുന്നത്. തീർച്ചയായിട്ടും അവര് പേരൻസ് കുട്ടികളും തമ്മിലുള്ള ഒരു മിംഗ്ലിംഗ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, അതുപോലെ കുട്ടികളുടെ അംബിഷൻസ്, അത് ഒരു പേരൻസ് മനസ്സിലാക്കുന്നത്. 10th സ്റ്റാൻഡേർഡ് വരെ കുട്ടികളെ അങ്ങോട്ട് അവരുടെ അക്കാഡമിക് അവരെ അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്ത് പോകുന്നു. 10th സ്റ്റാൻഡേർഡ് അവൻ എന്തെങ്കിലും ചൂസ് ചെയ്യണം, അവന്റെ മൈൻഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ അത് മൈൻഡ് ചെയ്യാതെ നീ ബയോളജിച്ചെടുത്തോ അല്ലെങ്കിൽ അതെടുത്തോ, അല്ലെങ്കിൽ ബയോളജി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ഈ രണ്ടിലേക്ക് പോകുന്നൊരു കാലഘട്ടം ഇപ്പോൾ ഉള്ളത്. അവിടെ അവന്റെ താല്പര്യം നോക്കുന്നില്ല. പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് വരുമ്പോഴത്തേനും അതിന്റെ ഫോളോ ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ പേരൻസിന് ഒരു പകുതിരൂപ വേണം. കാരണം ഏതെങ്കിലും വല്ല ബയോളജി കിട്ടിയില്ലെങ്കിൽ സ്റ്റാറ്റസ് പോകുന്ന ഒരു മെന്റാലിറ്റി ജീവിക്കുന്ന പേരൻസ് ആണ് ഭൂരിഭാഗം പേരൻസ്. അതെന്തിനർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഫുൾ A+ നേടിയിട്ട് 1199 മാർക്ക് CBSE നേടുന്ന ഒരു പരീക്ഷയ്ക്ക് ഒരു കുട്ടി അവന് ഹ്യൂമാനിറ്റീസ് എടുത്താൽ പറഞ്ഞാൽ പേരൻസ് സമ്മതിക്കുന്നില്ല. എനിക്ക് ഹ്യൂമാനിറ്റീസ് മതി എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എനിക്ക് ഡിഗ്രി എക്കണോമിക്സ് വേണമെന്ന് പറഞ്ഞാലും ഹ്യൂമാനിറ്റീസ് എടുത്ത ഡിഗ്രി, അതുപോലെ ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല. അത് വേണ്ട, നീ അത് തന്നെ എടുക്കണം, എന്തിനാ അവൻ ഓവർലോഡ് എടുപ്പിക്കുന്നത്? അങ്ങനെയൊക്കെ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാറിനോട് തന്നെയാണ് അത് അജിത്തേട്ടനെ നമ്മൾ കൂടുതൽ കോമഡി ലെവലിലേക്കാണ് കൂടുതൽ കണ്ടിട്ടില്ല. മനോരമനൊക്കെ ഒരുപാട് നമ്മളൊക്കെ ചിരിപ്പിച്ചിട്ടുള്ള അജിത്തേട്ടൻ കുറച്ച് സീരിയസ് ആയിട്ട് പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ക്യാരക്ടറില്? അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു വ്യക്തിത്വമാണ് അജിത്തേട്ടൻ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ നമ്മുടെ TV കോമഡി ഉത്സവം കണ്ടുള്ള പരിചയമുള്ളൂ. നേരിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ടത് മാത്രം. ഹൈ വിഷ് ചെയ്തു. അറിയാലോ, ഒരാക്ടറെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഫാനാണ് അജിത്തേട്ടൻ. ഞാൻ ഫാനാണ്. ഫാനാണ്. ഇതെന്റെ അറിയാലോ, ചേച്ചിയുടെ വേറൊരു കൂടാന്ന് പറയുന്ന ഭയങ്കര സംഭവം. അപ്പൊ ഈ ക്യാരക്ടർ ചെയ്ത വേറൊരു വ്യക്തിയാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നു. ഒരു PT മീറ്റിംഗിന്റെ ഒരു ആംബിയൻസ് ആണ്. ചേട്ടന്റെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞ 18, 19, 20, കാരണം ഒരു ന്യൂ ആർട്ടിസ്റ്റ് ആണ്. അയാളുടെ മൈൻഡ് ഡെസ്പ് ആക്കേണ്ട രീതിയിൽ നമ്മളൊരു വിട്ടുവീഴ്ച മെന്റാലിറ്റി പോയപ്പോഴും ലാസ്റ്റ് ഞാൻ ഓക്കെ പറഞ്ഞ് കട്ട് ചെയ്തു. അയാളെ വിഷമിച്ചില്ല. ചേട്ടാ ഓക്കെ, നമ്മളങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് വിട്ടു. ചേട്ടാ നമുക്ക് വേറൊരു ക്യാരക്ടർക്ക് ചിലപ്പോൾ ഞാൻ അത് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയും. നമുക്ക് കഴിവ് നേരത്തെ 9:30 വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. നമ്മളൊരു 7:30 കണ്ട് ഷൂട്ടിംഗ് നിർത്തി. ഇനി ഇത് വേണ്ടെന്ന് വെച്ചു. വളരെ ഇങ്ങനെ ആലോചന വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട ക്യാമറമാൻ ടോർസറ്റും പറയുന്നത് ജസ്റ്റ് ഒരു ക്യാരക്ടർ ഉണ്ട്, അജിത്താണ്. അറിയാൻ പറഞ്ഞു അതിന്റെ എനിക്ക് കോമഡി അല്ലേ? കോമഡി അല്ല ചേട്ടൻ, ഒന്ന് നോക്ക്, ചിലപ്പോൾ പറ്റുമായിരിക്കും ഈ ഒരു ക്യാരക്ടർ. മുഖഷേപ്പ് ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞു മുഖഷേപ്പ് ഓക്കെ, പക്ഷെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ അതിനകത്ത് കോമഡി സ്റ്റാർസോ മറ്റുള്ള ഏതെങ്കിലും വർക്കൗട്ട് കയറി വരുമോ നോക്കാൻ പറ്റുന്നു. അങ്ങനെ വിളിച്ചപ്പോ ഈ സീൻ തന്നെ സ്ക്രിപ്റ്റ് പോലും കൊടുത്തില്ല, നേരെ മേക്കപ്പ് ചെയ്തു, ഇട്ടു, കയറി ഇതങ്ങ് ചെയ്തോളം പോലെ ആഹാ അവസാനം എടുത്തു. ആഹാ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. ഓക്കെ പറഞ്ഞു, പിന്നെ ജീവിക്കുകയാണ് ഇദ്ദേഹം ചെയ്തത്. അങ്ങനെയാണ് വരുന്നത്. ഞാൻ കൂടുതലും വേറെ കള്ളനും പോലീസും സീരിയസ് ആണ്. ഇത്തിരി സീരിയസ് ആണ്, പക്ക സീരിയസ്. അത് ആ കട്ടിക്കട്ടി കീപ്പ് ചെയ്യേണ്ടത് തോന്നില്ല. ഇപ്പൊ അജിത്തേട്ടനെ കാണാൻ വെറുതെ ഒന്ന് പിടിച്ചതാ. എനിക്കതല്ല പേടി. ഇപ്പൊ മറ്റേ പുള്ളിയെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ചാനലുകാരിത് പുള്ളി അത് കാണും, പ്രശ്നമാകും. അപ്പൊ ഞാൻ ആ സീരീസ് തന്നെ പിടിച്ച് കളിച്ചത്. എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. കാരണം ആദ്യ സീനിൽ തന്നെ ഞാനത് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ പ്രതികരണം എന്ന് അറിയത്തില്ല. സാറപ്പം തന്നെ കൈയടിച്ചു, സൂപ്പറാന്ന് പറഞ്ഞപ്പോൾ വലിയ ആശ്വാസമായി. പിന്നെ നമ്മൾ ശരിക്കും അത് ചെയ്യുമല്ലേ. എന്നിട്ടും കുറച്ച് ഇമോഷൻ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ട് ഞാൻ ചെയ്യാൻ പറ്റി എന്നുള്ളത്. പക്ഷെ അത് ഞാനത് ചെയ്തിട്ട് ഞാൻ കൂടുതൽ കരയുന്ന സീനുകളിൽ ഞാൻ സ്റ്റുഡിയോയിൽ കരയും. ഡബിങ് ശരിക്കും എനിക്ക് കണ്ണുനീര് വന്ന് ഞാൻ കരയും. കാരണം ഞാനത് അവിടെ ചെയ്തപ്പോൾ കരഞ്ഞ് നമ്മൾ ആ റൂട്ടിലാണ് കരഞ്ഞത്, സാധനം കെമിക്കലൊക്കെ വെച്ചിട്ട് കരഞ്ഞു. പക്ഷെ സ്റ്റുഡിയോയിൽ ഞാൻ കരഞ്ഞു. അതിൻ്റെ കാരണം നന്നായിട്ട് ചെയ്തുകൊണ്ടാണ്. ഒരു കാര്യം ഇപ്പൊ സാധാരണ പറയാറുണ്ട് ആർട്ടിസ്റ്റുകള് കോമഡി ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? കോമഡി ചെയ്യാനാണ് ബുദ്ധിമുട്ട്. കോമഡി എന്ന് ഒരാളാണല്ലോ
അതിന്റെ കോമഡി ചെയ്യുന്ന ഒരാളാണ്. അതെ, കോമഡി ചെയ്യാനാണ് ബുദ്ധി. കാരണം ഞാൻ ഇപ്പോൾ വർഷങ്ങളായല്ലോ, 10-25 വർഷങ്ങളായി ഈ സ്കിറ്റ് തന്നെ കളിക്കാൻ വേണ്ടി. കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് ചെയ്തുമല്ല, കേരളത്തിലെ സകല ചാനലിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നില്ലെന്നുള്ളൂ, എങ്കിലും വിളിക്കുന്നുണ്ട്, ഞാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ 1ാം ക്ലാസ്സിൽ പോയിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. കോളേജിൽ പഠിച്ചിട്ട് 1ാം ക്ലാസ്സിൽ കഴിഞ്ഞ് പോയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്നവരൊക്കെ ജഡ്ജായിട്ടിരിക്കും, അങ്ങനെ പോയിരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. ഒന്നാമത് പേയ്മെന്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഇപ്പൊ ദൃശ്യം 3 വരുന്നുണ്ടല്ലോ, ആ. അപ്പോ അതിലും അതിനെ പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? അല്ല, 3-ലുണ്ട്. 3-ല് ഉണ്ട്, കഥാപാത്രം അത് തന്നെ, ബാക്കിയൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല.